അനുഗ്രഹിക്കപ്പെട്ട മകനെ നമ്മുടെ കർത്താവായ യേശു മിശിഹ പരിശുദ്ധ എവൻഗേലിയോനിൽ വെളിപ്പുള്ള തന്റെ ശിഷ്യന്മാരെ കൽപ്പിക്കുകയും അവർ വിശുദ്ധ സ്ത്രീകന്മാർ മുഖാന്തരം വിശുദ്ധ സഭാമക്കളെയും സത്യവിശ്വാസത്തിലുള്ള പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും ഫലമേൽപ്പിക്കുകയും അവർ അവരുടെ കാലടിയിൽ പിന്തുടരുകയും അതിനെ സ്ഥിരപ്പെടുത്തി ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പ്രകാരം സത്യവിശ്വാസം മാറ്റം കൂടാതെ പിടിച്ചുകൊള്ളുവാൻ ഒന്നാമതായി നിനക്ക് വിഹിതമാകുന്നു. മുഖ്യമായത് പിതാവിൽ പുത്രനിൽ വിശുദ്ധ റൂഹായിലുള്ള വിശ്വാസമാകുന്നു. ആ വിശുദ്ധ 3 ഉന്മകളായി സത്യേക ദൈവമാകുന്നു. നിന്റെ വിശ്വാസം പരസ്യത്തിലും രഹസ്യത്തിലും അതായിരിക്കണം. വാഗുകൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടും നീ അത് ഉദ്ഘോഷിച്ച് പറയുകയും ചെയ്യണം. ദൈവത്തിന്റെ വചനമാകുന്ന രണ്ടാമത്തെ ഏക ഉന്മ തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടത്താൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിന്റെ ഉദരത്തിൽ വസിക്കുകയും തൻ്റെ മനുഷ്യ സ്നേഹത്താൽ അവിടെ നിന്നും ജഡധാരണം ചെയ്യുകയും ചെയ്തതെന്നും കന്യമറിയാമിന്റെ ഉദരത്തിൽ താൻ മുഴുവനായി വസിച്ചിരിക്കുമ്പോൾ തന്റെ ദൈവത്വത്തിന്റെ സിംഹാസനത്തിന്മേൽ താൻ ഇരുന്നിരുന്നുവെന്നും നീ വിശ്വസിക്കണം. തൻ്റെ കരുണകൾക്ക് സ്തുതി. താൻ പരിപൂർണ ദൈവവും പരിപൂർണ മനുഷ്യനുമാകുന്നു. പ്രജാതികൾ പ്രസ്താവിക്കുന്ന പോലെയല്ല, വീണ്ടും സ്തുതിക്കപ്പെട്ട വിശ്വാസം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം വിശ്വസിപ്പാൻ നിനക്ക് യോഗ്യമാകുന്നു. ഒന്നാമതായി സ്ലീഹന്മാരിൽ ഒന്നാമനായ പത്രോസിനെയും അവന്റെ സഖികളെയും അവരുടെ സഹാക്കളെയും അവരുടെ സഹികളായ 72 അറിയിപ്പുകാരെയും നീ പിന്തുടരണം. വീണ്ടും അഗ്നിമേനന്മാർ ഇഗ്നാത്യോസിനെയും ദിവന്യാസൂസിനെയും യൂലൂസിനെയും അഥാനാസോസിനെയും വെസൂലൂസിനെയും ഗിഗോറിയോസിനെയും യുവാനൂസിനെയും വായുടെ താക്കൂരായ കൂറിലോസിനെയും സത്യവിശ്വാസികളായ ശേഷ പിതാക്കന്മാരെയും മൽപ്പാന്മാരെയും ഇന്ന് നമ്മുടെ സഭയുടെ പ്രധാന മധ്യസ്ഥനായ പരിശുദ്ധ കാർത്തികവായ തിരുമേനിയും